എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും തരക്കേടില്ലാതെയൊക്കെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വന്നിട്ട് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആണ്. അപ്പൊ ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് മദ്യപിക്കുന്നവർക്ക് അതുപോലെ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഫാറ്റി ലിവർ വരൂ എന്നുള്ളതാണ് തെറ്റായ ധാരണയാണ്. കൂടുതലും ഇപ്പോൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആണ് ഇപ്പൊ കൂടുതലും ആൾക്കാരിൽ കണ്ടുവരുന്നത്. അപ്പം അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് സെറീൻ, ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. തൃശ്ശൂരാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ഈ വീഡിയോയില് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിന്റെ കാരണങ്ങള്, ലക്ഷണങ്ങള്, അത് പ്രതിരോധിക്കാനുള്ള കാര്യങ്ങള്, അതുപോലെ ഔഷധങ്ങള്, ആയുർവേദ ഒറ്റമൂലികള്, ഔഷധങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം എനിക്ക് പറയാവുന്നത്, നമ്മൾ പുരുഷന്മാരിലും സ്ത്രീകളിലും രണ്ടു കൂട്ടരിലും ഇപ്പോ വളരെ കോമൺ ആണ് ഈ ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ പല ഗ്രേഡുകൾ അനുസരിച്ച് കാണാറുണ്ട്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3. അപ്പൊ നമ്മളൊരു സാധാരണഗതിയിലെ ഒരു അൾട്രാസോണോഗ്രഫി ഒക്കെ നോക്കുന്ന USG ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇത് നമ്മുടെ കണ്ണിൽ പെടാറുള്ളത്. ഈ ഫാറ്റി ലിവർ ആണ്. പക്ഷെ അത് വന്നിട്ട് ചിലപ്പോൾ ഗ്രേഡ് 1 ആയിരിക്കും. അപ്പൊ നമ്മൾ അതിനെ വിട്ട് കളയാറുണ്ട്. ഗ്രേഡ് 1 അല്ലേ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനായിട്ട് പിന്നെയുള്ള നമ്മുടെ ഫ്യൂച്ചർ ലൈഫിൽ വരാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഫാറ്റി ലിവർ നമ്മുടെ ശരീരത്തിൽ വരുന്നതെന്ന് ആദ്യം നമുക്ക് പറയാം. അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്ന് വെച്ചാൽ, നമ്മുടെ കൊടവയറ് വരുന്ന ആൾക്കാരിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നല്ല ഫിറ്റ് ബോഡി ആയിരിക്കും, പക്ഷെ കൊടവയർ മാത്രം നല്ല രീതിയിൽ ഉണ്ടാവും. അപ്പൊ ആയുർവേദത്തിലെ മഹോദരം എന്നാണ് ഈ കൊടവയറിനെ പറയുന്നത്. എസൈറ്റിസ് എന്നും പറയാറുണ്ട്. അപ്പൊ അത് അതിന്റെ ഒരു കാരണമാണ്. അതുപോലെ നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത്, ബെഡിലൊക്കെ കിടക്കുമ്പോൾ റോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് റൈറ്റ് അബ്ഡോമന്റെ മുകളിലായിട്ട് ഒരു വേദന അനുഭവപ്പെടാറുണ്ട്. അത് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളൊരു വൈദ്യസഹായം തേടേണ്ടതാണ്. അത് ഇതിന്റെ ഒരു ലക്ഷണമാണ് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ വലിയ ശരീരഭാരമുള്ളത്, ഒബേസിറ്റി ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. ഒബേസിറ്റി എന്ന് പറയുന്നത് വളരെ വണ്ണമുള്ള ആൾക്കാർ, അവരുടെ ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ ഭയങ്കര ഓവർ വെയിറ്റിന്റെ ആ സ്ഥാനത്തായിരിക്കും കാണാം. അപ്പൊ ബോഡി മാസ് ഇൻഡെക്സ് BMI എപ്പോഴും ക്രമീകരിച്ച് കൊണ്ടുവന്നതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്തും നമുക്ക് ഇത് അമിത ശരീരഭാരം ഇതിനൊരു കാരണമായിട്ട് മാറാറുണ്ട്. അതുപോലെ കൊളസ്ട്രോൾ ലെവല്, സിറം കൊളസ്ട്രോൾ ലെവല് കൂടുന്ന സമയത്ത് ഇത് ഒരു കാരണമായി നമുക്ക് ഇതേപോലെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ടാവാറുണ്ട്. അതുപോലെ ട്രൈഗ്ലിസറൈഡ്സ് കൂടുന്ന സമയത്ത് നമുക്ക് ഇതേപോലത്തെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഡയബറ്റീസ് കൂടുന്ന സമയത്ത് PCOS ഉള്ളത്, PCOS എന്ന് പറയുമ്പോൾ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം, അത് സ്ത്രീകളിലാണ് കാണപ്പെടുന്നത്. ഇത് കൂടുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്ന സമയത്ത്, അതുപോലെ ഹൈപ്പോ തൈറോയിഡിസം വരുന്ന സമയത്ത്. അപ്പൊ ഇത്രയും കാര്യങ്ങളിലാണ് നമുക്ക് പ്രധാനമായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ, എല്ലാ ലക്ഷണങ്ങളും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ഷീണത്തിൽ നിന്നാണ്. നമുക്കൊരു ക്ഷീണമായിരിക്കും, എല്ലാ കാര്യത്തിനോടും ക്ഷീണമായിരിക്കും, അതുപോലെ ഒരു തളർച്ചയായിരിക്കും. അതുപോലെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ റൈറ്റ് അബ്ഡോമനിന്റെ അവിടെ നമ്മൾക്ക് ഇങ്ങനെ റോൾ ചെയ്യുന്ന, ഒരു ബെഡിൽ നമ്മൾ റോൾ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ സൈഡിലേക്ക് തിരിഞ്ഞെടുക്കുകയാണെങ്കിലൊക്കെ ആണെങ്കിൽ റൈറ്റ് അബ്ഡോമന്റെ മുകളിലായിട്ട് നമുക്ക് നല്ലൊരു വേദന അനുഭവപ്പെടാറുണ്ട്. അപ്പൊ അത് ഇതിന്റെ ഒരു ലക്ഷണമാണ്. പിന്നെ വരുന്ന ഒരു ലക്ഷണമാണ് മഞ്ഞളിപ്പ്. ചെറുതായിട്ട്, അതായത് മഞ്ഞപ്പിത്തത്തിൽ കാണുന്ന അത്രയും മഞ്ഞളിപ്പ് വരാറില്ല, പക്ഷെ ചെറുതായ ഒരു മഞ്ഞപ്പ് നമ്മുടെ കണ്ണുകളിലും അതുപോലെ തൊലിപ്പുറത്തൊക്കെ കാണുന്നത് ഇതിന്റെ ഒരു ചെറിയ ലക്ഷണമാണ്. പിന്നെ കൈപ്പത്തിയിൽ വരുന്ന ചുമപ്പ്, കൈപ്പത്തിയിൽ ഒരു ചെറിയ ചുമന്ന കളർ വരാറുണ്ട്. അതുപോലെ ബ്ലഡ് വെസൽസിൽ തടിപ്പ് വരാറുണ്ട്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയറ് വലുതാകുന്ന പ്രശ്നം, അത് കൊടവയറ് വരുന്നത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. പിന്നെ അതേപോലെ നമുക്ക് ചൊറിച്ചില്, നമ്മുടെ ശരീരം ആസകലം ഒരു ചൊറിച്ചില് നമുക്ക് അനുഭവപ്പെടും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങൾ. ഓക്കെ, ഇനി ഇതിന്റെ കോംപ്ലിക്കേഷൻസ് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഔഷധങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ കോംപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ, ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്നത് ഒബേസിറ്റി, അതായത് ശരീരഭാരം വലുതായിട്ട് അല്ല ഭയങ്കരമായിട്ട് വെയിറ്റ് ഉള്ള ആൾക്കാരിലാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് കൂടുതലായിട്ട് ഫാറ്റി ലിവറിൽ കാണുന്നത്. പിന്നെ വരുന്നത് അസൈറ്റിസ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മഹോദരം, കൊടവയറുള്ള ആൾക്കാരിലും ഇത് കാണാറുണ്ട്. പിന്നെ അതിന്റെ അടുത്ത സ്റ്റേജ് എന്താണ്? ലിവർ സിറോസിസ്. നമുക്ക് ലിവറിൽ ഉണ്ടാകുന്ന ഗ്രേഡ് 3, അതായത് ഈ ഫാറ്റി ലിവറിന് പലതരം സ്റ്റേജുകളുണ്ട്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3. ഗ്രേഡ് 3 കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് ലിവർ സിറോസിസ് ആണ്. ലിവർ സിറോസിസ് കഴിഞ്ഞാൽ പിന്നെ ക്യാൻസറസ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ലിവർ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വരുന്നതാണ് ഈസോവാഗിയൽ വാരിസസ്. അതൊക്കെ വളരെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നതാണ്. ഈസോവാഗസിൽ ഉണ്ടാകുന്ന ബ്ലഡ് വെസൽ പൊട്ടി നമ്മൾ രക്തം ഛർദ്ദിക്കാനൊക്കെ തുടങ്ങും. അത് അവസാനം മരണത്തിലേക്കൊക്കെ അവസാനം കലാശിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ എക്സ്ട്രീം ലെവലായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ് കേട്ടോ.
പിന്നെ ഇതിന്റെ നമ്മൾ പ്രിവെൻഷൻ, ഇതെങ്ങനെയാണ് നമ്മൾ പ്രിവെന്റ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഔഷധം പറയാം, അതല്ലേ അതിന്റെ നല്ലത്. അപ്പൊ എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ കാണാം കേട്ടോ. പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് വെയിറ്റ് കൂടുമ്പോൾ ഇതിന്റെ ഒരു കാരണമാണ്. അപ്പൊ വെയിറ്റ് എപ്പോഴും കുറയ്ക്കാൻ ശ്രമിക്കുക. അപ്പൊ കൊടവയറുള്ളവർ കൊടവയറ് കുറയ്ക്കാൻ ശ്രമിക്കുക, അല്ല ഫുള്ളായിട്ട് നല്ല അമിതഭാരമുള്ളവർ അമിതഭാരം കുറയ്ക്കാൻ നോക്കുക. പിന്നെ നമ്മളെപ്പോഴും വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുക. കാരണം ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉള്ളവർക്ക് അവർ ഒരുപാട് റെഡ് മീറ്റ് ഒക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. നമുക്കറിയാം ബീഫ്, പോത്ത്, ചിക്കൻ ഇതൊക്കെ വലിച്ചു വാരി തിന്നുന്ന ആൾക്കാരായിരിക്കും ഇവര്. അപ്പൊ അത് കുറച്ച്, എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, എന്നാലും ഒരു കാരണം ഇതാണ്. അപ്പൊ അങ്ങനെ കഴിക്കാതെ വെജിറ്റേറിയനിലേക്ക് വരാൻ ശ്രമിക്കുക. വെജിറ്റബിൾസ് ആയ നാരുകളുള്ള പച്ചക്കറികൾ കഴിക്കാൻ നോക്കുക, പഴങ്ങൾ കഴിക്കാൻ നോക്കുക, ഫ്രൂട്ട്സ് നന്നായി ഫുഡിൽ ഉൾപ്പെടുത്തുക, ധാരാളം വെള്ളം കുടിക്കുക. പിന്നെന്താ, വ്യായാമം ചെയ്യുക, എക്സസൈസുകൾ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുക, വെറുതെ ചടങ്ങിരിക്കാതെ എന്തെങ്കിലും എക്സസൈസുകൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്കറിയാം നോൺ ആൽക്കഹോളിക് ആയ ആൾക്കാർ ഒരിക്കലും ആൽക്കഹോളും കഴിക്കാൻ പാടില്ല, ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ ആൽക്കഹോളും കംപ്ലീറ്റ്ലി ഒഴിവാക്കുക, ലഹരി വസ്തുക്കൾ ഒഴിവാക്കുക, ഒരു 4 കിലോമീറ്ററെങ്കിലും നടക്കുക ഡെയിലി. പിന്നെ എന്താണ്, കൊഴുപ്പ് ഉള്ള ആഹാരങ്ങൾ, ഈ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, എണ്ണ, പുളി, എരിവ് അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഉപ്പ് കൂടുതൽ കഴിക്കാതിരിക്കുക, മധുര പലഹാരങ്ങൾ കഴിക്കാതിരിക്കുക. അങ്ങനെ ഫുള്ള് ഡയറ്റ് കൺട്രോൾ ചെയ്യുക. അപ്പൊ കൊഴുപ്പ് കുറയ്ക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. പിന്നെ മെഡിക്കേഷൻസ്, ചില കെമിക്കൽ ആയിട്ടുള്ള മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മുടെ വെയിറ്റ് കൂടുന്നുണ്ടെങ്കിൽ അതൊക്കെ നിർത്താം. ഓക്കെ, അപ്പൊ ഇതാണ് പ്രിവെൻഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ആയുർവേദത്തില് നമ്മൾക്ക് എങ്ങനെയാണ് ഈ കരൾ സംബന്ധമായ രോഗം, അതായത് ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ആയുർവേദത്തിലൂടെ ചികിത്സ ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഈ കരൾ സംബന്ധമായ രോഗങ്ങളൊക്കെ ചികിത്സിക്കുന്നത് നമുക്ക് മഞ്ഞപ്പിത്തം വന്ന രോഗികൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് തന്നെയാണ് നമ്മൾ ഇവർക്കും കൊടുക്കാറ്. അതായത് ആ ഒരു ട്രീറ്റ്മെന്റ്, ആ ഒരു ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഇവർക്ക് കൊടുക്കാറ്. അത് എന്തൊക്കെയാണ് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അപ്പൊ നമ്മൾ ഭക്ഷണത്തിൽ നിയന്ത്രിക്കണം. നമ്മളൊരു രോഗിക്ക് കൊടുക്കുന്ന ഭക്ഷണം എന്തായിരിക്കും, ഒന്നില്ലെങ്കിൽ പുഴുങ്ങിയ നേന്ത്രപ്പഴം, അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള കഞ്ഞി, അതായത് പൊടിയേരി പോലത്തെ കഞ്ഞി കൊടുക്കും. പിന്നെ അതേപോലെ എന്താണ്, എണ്ണയിടാത്ത തോരൻ കൊടുക്കും, ചുട്ട പപ്പടം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സാധാരണ രീതിയിൽ രോഗിക്ക് കൊടുക്കുക. അപ്പൊ ഇതേപോലത്തെ ഒരു ഡയറ്റ് ആയിരിക്കണം ഈ ലിവറിന് പ്രശ്നമുള്ള രോഗി കണ്ടിന്യൂ ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ ഒരു രീതി. നമ്മൾ അങ്ങനെ തന്നെ ഫുഡ് കഴിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അത്രയും എണ്ണ യൂസ് ചെയ്യരുത്, കറികളിൽ സ്പൈസി യൂസ് ചെയ്യരുത്, മസാലകൾ യൂസ് ചെയ്യരുത്, കംപ്ലീറ്റ്ലി കൊഴുപ്പ് ഒഴിവാക്കണം. മനസ്സിലായോ? ഇതൊരു ചെറിയ എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ഒറ്റമൂലിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാല് നമുക്ക് കീരാത് നെല്ലി കിട്ടും കേട്ടോ. കീരാത് നെല്ലി സമൂലം നമ്മൾ എടുക്കുക, അതായത് തണ്ട്, ഇല, എല്ലാം, വേര് എല്ലാം കിട്ടുമ്പോൾ അത് മൊത്തം നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുക കേട്ടോ. ആ ഇല, ഫലം, അതിന്റെ ഫ്രൂട്ട് എല്ലാതും കീഴാട് നെല്ലി കേട്ടോ. അത് വളരെ നല്ലതാണ്. ഇതുപോലെ ഫാറ്റി ലിവർ ഉള്ളവർക്ക് അത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഗ്രേഡ് 1 ഗ്രേഡ് 2 ഒക്കെ ഉള്ളവർക്ക് ഇത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കുടിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അടുത്തൊരു ഒറ്റമൂലി എന്ന് പറയുന്നത് പച്ച നെല്ലിക്ക ഡെയിലി കഴിക്കുന്നതാണ് കേട്ടോ. വളരെ നല്ലൊരു എഫക്റ്റീവ് ആണ് അത്. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ അത്ര ഇല്ലെങ്കിലും കീഴാർ നെല്ലി കിട്ടാത്തവർക്ക് വേണമെങ്കിൽ ഒരു നെല്ലിക്ക വീതം ഡെയിലി, എത്രയോ നെല്ലിക്ക കഴിക്കുന്നു അത്രയും നല്ലതാണ്. പക്ഷെ നിങ്ങൾക്ക് ഡെയിലി ഉൾപ്പെടുത്താവുന്നതാണ് പച്ച നെല്ലിക്ക കേട്ടോ. പിന്നെ വെളുത്ത വണക്കിന്റെ ഇല നിങ്ങൾക്ക് പേസ്റ്റ് അല്ലെങ്കിൽ വെറുതെ കടിച്ചു തിന്നാനായിട്ട് യൂസ് ചെയ്യാം, ജ്യൂസ് അടിച്ച് കുടിക്കാം, അതൊക്കെ നല്ലതാണ്. ഓരോ രോഗാവസ്ഥ അനുസരിച്ച് ഓരോരുത്തർക്കും മാറ്റം വരും. അത് നിങ്ങളൊരു വൈദ്യന് അല്ലെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറോട് ചോദിച്ച് മാത്രം ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആയുർവേദത്തിൽ എന്ന പോലെ നമ്മളുടെ ആയുർവേദത്തില് ഈ നോൺ ഫാറ്റി ലിവർ അതായത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് മാനേജബിൾ ആയിട്ടുള്ള രോഗമാണ്, കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റാത്ത രോഗമാണ്. പക്ഷെ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഒക്കെ ഉള്ളവരെ നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും. ഗ്രേഡ് 3 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്കത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്രയും ആകാതെ നമുക്ക് സൂക്ഷിക്കണം, അതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ എന്തൊക്കെ കഷായങ്ങളാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കഷായം ദ്രാക്ഷാദി കഷായം, അതേപോലെ ബശഗുളിച്യാദി കഷായം, ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനത്തെ പേഷ്യൻസിന് എഴുതുക. അത് ഓരോ അവസ്ഥ അനുസരിച്ച് നമ്മൾ അവർക്ക് കൊടുക്കുന്നതാണ്. അതുപോലെ ധന്വന്തരം ഗുളിക, ഹിംഗുവജാതി ഗുളിക, ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് വേറെ ലിവറിന്റെ ആരോഗ്യത്തിന് വേണ്ട പലതരം മരുന്നുകൾ ആയുർവേദത്തിൽ. ഇത് ഞാൻ കുറച്ചൊരു 4 മരുന്നുകൾ പറഞ്ഞതേ ഉള്ളൂ. ഇതിലും കൂടുതൽ മരുന്നുകൾ ലഭ്യമാണ്. അത് നമ്മൾ ഓരോ പേഷ്യന്റിന്റെ രോഗാവസ്ഥ അനുസരിച്ചാണ് നമ്മൾ അവർക്ക് നിർദ്ദേശിക്കാറ് കേട്ടോ. പിന്നെ എനിക്കിതിൽ പറയാനുള്ളത്, അരിഷ്ടാസവങ്ങൾ നമ്മൾ സാധാരണ ലിവർ കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസിന് കൊടുക്കാറില്ല. കാരണം അരിഷ്ടാസവങ്ങൾ എന്താണ്, അത് കൂടുതൽ ഈ അവസ്ഥ കൂട്ടാനുള്ള സാധ്യതകൾ. കാരണം അരിഷ്ടത്തിൽ ആസവത്തിൽ നമുക്കറിയാം ആൽക്കഹോളിന്റെ കണ്ടന്റ് ഉണ്ട്. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കാറുണ്ട് ഇങ്ങനത്തെ രോഗങ്ങളിൽ, ലിവർ സംബന്ധമായ പ്രശ്നങ്ങളിൽ, ഫാറ്റി ലിവർ സംബന്ധമായ പ്രശ്നങ്ങളിൽ. അപ്പൊ അത് നമ്മൾ പതി ഒഴിവാക്കാറുണ്ട് കേട്ടോ, പൊതുവെ ഒഴിവാക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു പരിധി വരെയൊക്കെ കുറേയൊക്കെ കാര്യങ്ങൾ ലിവർ സംബന്ധമായ പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലായിരുന്നു, പ്രത്യേകിച്ച് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിനെ കുറിച്ച്. ഇത് തന്നെയാണ് പല ലിവർ രോഗങ്ങളിലും നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് ലെവൽ തന്നെയാണ്
പക്ഷെ മെഡിസിൻ വ്യത്യാസപ്പെടും നമ്മൾ ചികിത്സിക്കുന്നത് കേട്ടോ. അപ്പോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഒറ്റമൂലികളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഔഷധങ്ങളും എല്ലാവരും അത് ശ്രദ്ധിച്ച് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വളരെ നല്ല സിവിയർ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉള്ളവര് ശരിക്കും ഒരു വൈദ്യനിർദ്ദേശത്തിന് ശേഷം മാത്രം മരുന്നുകളൊക്കെ യൂസ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. ഹായ്, ബൈ ബൈ ബൈ. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി.